യുകെയിലെ നിയമമാറ്റങ്ങൾ വന്നതിന് ശേഷം സ്പൗസിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിദേശ പഠനം വേണ്ട എന്ന് വെച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. യുകെയിൽ ഇപ്പോൾ വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ റിസർച്ച് ബേസ്ഡുള്ള റിസർച്ച് പ്രോഗ്രാമാണ്. ഇത് നോർമലി 15 to 18 മന്ത്സിൻ്റെ കോഴ്സാണ്. ഈ കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യുകെയിലേക്ക് സ്പൗസിനെ കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്പൗസിനെ കൊണ്ടുപോകാൻ മാത്രമല്ല, അവർക്കവിടെ വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ള പഴയ പോലെ ഉള്ള എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് നിയമത്തിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു വിസ ഒരു കോഴ്സ് യുകെയിലുണ്ട്. നിങ്ങൾക്ക് സാധാരണ അതേ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ അതേ ഫീസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ഈ കോഴ്സിന്. അതുപോലെ തന്നെ ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് 2 years സ്റ്റേ ബാക്കും ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കോഴ്സ് വളരെ കുറച്ച് സ്ട്രീമുകളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഡ്രോബാക്ക്. പക്ഷേ അതൊരു പ്ലസ് പോയിന്റുമാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്ന സബ്ജക്റ്റാണ്. ബേസിക്കലി മാനേജ്മെൻറ്റ് സബ്ജക്റ്റും IT-യും അതേപോലെ തന്നെ HR റിലേറ്റഡ് ആയിട്ടും ഉള്ള കോഴ്സുകളിലാണ് ഈ സബ്ജക്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് ഒരു ലെവൽ 9 കോഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊരു ലെവൽ 8 അല്ല, ലെവൽ 9 പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൺസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലെവൽ 9 കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വിത്ത് സ്പൗസ് UK പോകാൻ താല്പര്യപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. ഇത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ ലാസ്റ്റ് ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് മിനിമം 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസും ഉള്ള ആളുകളും കൂടെ ആയിരിക്കണം. അപ്പോൾ 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ ആൾ ഫോർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വിത്ത് 65% ആൻഡ് എബവ് മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് IELTS അതിൻ്റെ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള PTE പോലെയുള്ള ലാംഗ്വേജ് എക്സാമിനേഷൻ കഴിഞ്ഞവർ. IELTS വേവ് ഓഫ് ഈ കോഴ്സിനുണ്ട്, പക്ഷേ നിങ്ങളുടെ മാർക്ക് 70% ആൻഡ് എബവ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് ചെയ്യാൻ പറ്റും. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഈ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്താണെന്നോ അതിൻ്റെ ഫീസും കാര്യങ്ങളും നിങ്ങളുടെ എലിജിബിലിറ്റി ഒക്കെ അറിയാൻ കൂടുതൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് പറയാനുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വോയിസ് നോട്ടായിട്ട് ആണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അറിയാനും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വിളിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.